ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും തന്നെ ചപ്പാത്തിയും പൂരിയൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലേ. ഇനി കൊളസ്ട്രോൾ ഉള്ളവർ കൂടിയാണെങ്കിൽ ഒന്നോ രണ്ടോ പൂരിയൊക്കെ തിന്നണമെന്ന് ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും കാണത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൂരിയുമായിട്ടല്ല, ഒരു വെറൈറ്റി പൂരിയുമായിട്ടാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ നമുക്കും വേണ്ടല്ലേ, ഒരു ചേഞ്ചൊക്കെ ആരും ആഗ്രഹിക്കാത്ത. അപ്പോൾ എങ്ങനെയാണ് ഈ പൂരി നമ്മുടെ വീട്ടിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും തന്നെ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ മാവ് കുഴയ്ക്കാൻ കറക്റ്റായിട്ട് അറിയാമല്ലോ അല്ലേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയുമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ മൈദ മാത്രമായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ കുഴച്ചെടുത്തെങ്കിൽ മാത്രമേ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മയം കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ആ മാവ് ഡ്രൈ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറമേ നമുക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കണം. ഇപ്പം ഞാനിത് പുരട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാവ് കുഴച്ച് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഒരു സവോള മുഴുവനായിട്ടുള്ളത് വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകിൻ്റെ പകുതി. ഇതെല്ലാം ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഒത്തിരി മുഴുപ്പ് കൂടരുത്, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി മസാല ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം 3 കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 3-4 സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നോടം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ മുട്ടയും മസാലയും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് പൂരി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം എണ്ണയിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് പരത്തുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് 1 സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കുക. ഓക്കെ. എന്നിട്ട് 2 വശവും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഒന്നും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ടെൻഷനും വേണ്ട, വളരെ ഈസിയാണ്. ഇതേപോലെ ചെയ്യുക. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഓരോന്നെടുത്ത് ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് പരത്തിയെടുത്ത് അപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നതാണ് നല്ലത്. അല്ല പരത്തി വെച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യാൻ പാടില്ല. എണ്ണയിലിട്ട് അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ നോക്കി നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പൂരിനെ പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഓൾ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.